20 കോടി രൂപയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ കണ്ണൂരിൽ വിറ്റ ടിക്കറ്റിനാണ് ചക്കരക്കല്ലിലെ ലോട്ടറി ഏജന്റ് MG അനീഷ് വഴി വിറ്റ XD387132 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം. 20 പേർക്കാണ് രണ്ടാം സമ്മാനമായ 1 കോടി രൂപ. അങ്ങനെ ആകെ 21 കോടിപതികളെ നറുക്കെടുപ്പിലൂടെ കണ്ടെത്തി. സലീം മാലിക് തിരുവനന്തപുരത്തുണ്ട്, സജോ ദേവസ്യ കണ്ണൂരിലുണ്ട്. ആ ചക്കരക്കല്ലിലെ ലോട്ടറി സെന്ററിലാണ്. സജോ, വെരി ഗുഡ് ഈവനിങ്. എന്തായാലും ഭാഗ്യശാലികളോടൊപ്പമാണ് നിൽക്കുന്നത്. ചോദിച്ചറിയൂ, എന്താണ് അവിടെ സംഭവിച്ചത്? ആർക്കൊക്കെയാണ് ഈ പറയുന്നത് പോലെ രൂപ പോക്കറ്റുകളിലേക്ക് എത്താൻ പോകുന്നത്? ഒരു കൺഗ്രാറ്റ്സ് കൂടെ. ഭാഗ്യശാലി കണ്ണൂരുകാരനാണെന്ന് മാത്രമല്ല ഇരിട്ടിക്കാരനാണെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് ചക്കരക്കല്ലിലെ മുത്തു ലോട്ടറി ഏജൻസിയിലാണ്. ഇവിടെ നിന്നാണ് ഈ ടിക്കറ്റ് വിതരണം ചെയ്യുന്നത്. ഇവരുടെ തന്നെ ഇരിട്ടിയിലുള്ള ബ്രാഞ്ചിലേക്കാണ് ആ ടിക്കറ്റ് പോയത്. അവിടെ നിന്നാണത് വിറ്റഴിച്ചിട്ടുള്ളത്. ആ കാര്യത്തിൽ കുറച്ചും കൂടി ആരുടെ കയ്യിലാണ് 10 ടിക്കറ്റ് അവിടുന്ന് സത്യൻ എന്നയാൾ വാങ്ങിച്ചു. അതിലാണ് ബമ്പർ ഉണ്ടായിരുന്നത്. ആരാണെന്ന കാര്യത്തിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരാനുണ്ടെന്ന് മാത്രമല്ല. നമ്മുടെ ഇരിട്ടി ബ്രാഞ്ചിലേക്ക് ഇരിട്ടി ബ്രാഞ്ചിൽ സത്യം എന്ന് പറഞ്ഞ ഒരാളാണ് 10 ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അതിൽ ഉള്ള ഒരു ടിക്കറ്റാണ്. അപ്പോൾ അവർ സ്വന്തം പരീക്ഷിക്കാൻ 10 ടിക്കറ്റ് നമ്മൾ സ്വന്തം എടുക്കുന്നവർക്കും കൊടുക്കും. ഏജന്റ് ആണോ അതോ ഏജന്റ് ആകാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് വിവരം. അപ്പോൾ കാരണമായി സത്യനായിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളൊരു ബമ്പർ കൊടുക്കുമ്പോൾ ഫോൺ നമ്പറോ കാര്യങ്ങളോ ഡീറ്റെയിലോ ഒന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അവർ പേര് പറഞ്ഞാൽ ഒരു 10 ടിക്കറ്റ് നമ്മൾ ഹോൾസെയിലിൽ അടിച്ചു കൊടുക്കും. റീറ്റെയിലാണെങ്കിൽ ചില്ലറ വിൽപ്പന നടത്തും. അപ്പോൾ അവർ സത്യം എന്ന് പറഞ്ഞിട്ടുള്ള എൻട്രി ചെയ്തിട്ടുള്ള ഒരു 10 ടിക്കറ്റാണ് അവർ കൊണ്ടുപോയിട്ടുള്ളത്. നമ്മളെ സ്ഥിരം വിൽപ്പനക്കാരനല്ല. അപ്പോൾ അവർ സ്വന്തം പരീക്ഷിച്ചായിരിക്കാൻ സാധ്യതയില്ല. ബമ്പർ വിടാതെ ഒന്നാം സമയമാണ് പേര് കറക്റ്റ് ആയത്, മുത്തു അല്ലേ? തീർച്ചയായും സന്തോഷം. എത്ര കാലം ഇവിടെ ഈ ഏജൻസി? ഇവിടെ 2000 നമ്മുടെ ഏജൻസി നമ്മളെ ഏജൻസിയിൽ 3 ലക്ഷം 2 ലക്ഷം വേറെയുണ്ട്. അതിൻ്റെ താഴോട്ടില്ല. ഇപ്പം കമ്പ്യൂട്ടറിൽ കാണുമല്ലോ. അപ്പോൾ 3 ലക്ഷം 2 ലക്ഷം താഴോട്ടുള്ള പ്രൈസ്. ചക്കരക്കല്ലാണ് നമ്മുടെ പ്രധാനപ്പെട്ട മെയിൻ ബ്രാഞ്ച് ഇതാണ് ഇരിട്ടി. പിന്നെ സെക്കൻഡ് ഇരിട്ടി, പിന്നെ മട്ടന്നൂർ, ചാലോട്, അങ്ങനെ 4 ബ്രാഞ്ചാണ് ഉള്ളത്. അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞത്. അനീഷ് എന്ന ഏജന്റാണ്. അദ്ദേഹമാണ് ആ ടിക്കറ്റ് എടുത്തത്. പക്ഷേ ഇരിട്ടി എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം നാടാണ്. അവിടെയാണ് ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. പക്ഷേ ടിക്കറ്റ് വിറ്റ ഭാഗ്യവാൻ പറയാത്തതാണോ? സത്യൻ എന്ന് പറയുന്ന ആളാണ്. ഞാൻ ലോട്ടറി ടിക്കറ്റ് ഈ പ്രാവശ്യത്തെ ബമ്പർ ടിക്കറ്റ് എടുത്തിട്ടില്ല. ടിക്കറ്റ് എടുക്കുന്ന ശീലമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതെനിക്ക് വരേണ്ടതായിരുന്നു. ആ വഴിക്ക് ഞാൻ യാത്ര ചെയ്ത് പോകാറുള്ളതാണ്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ലോട്ടറി ഏജൻസിയാണ്. അതായത് ഒരു ഉപകേന്ദ്രമാണ് ഇരിട്ടിയിലുള്ളത്. അതുകൊണ്ട് ഇരിട്ടിക്കാരനാണ് ഞങ്ങളുടെ നാട്ടുകാരൻ. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുകയാണ്, എൻ്റെ സ്വന്തം നാട്ടുകാരനാണ് അദ്ദേഹം. ഈ സത്യൻ എന്ന് പറയുന്ന ആളാണ് ഈ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഈ 10 ടിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം മറ്റാർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ മാത്രമേ ഉറപ്പ് വരാനുള്ളൂ. ഇരിട്ടിക്കാരനാണ് ആ ഭാഗ്യശാലി എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. അത് ഇച്ചിരി ഇരട്ടി കട്ടിയിലാണ് ഇരിട്ടിക്കാരുടെ കാര്യം സജോ പറയുന്നത്. എന്തായാലും ഈ ഭാഗ്യം വിറ്റ് ജീവിക്കുക എന്ന് പറയുന്നത്, നമുക്ക് ഈ പറയുന്നത് പോലെ സ്വന്തമായി അടിച്ചില്ലെങ്കിൽ പോലും എത്രയോ പേർക്ക് നമ്മുടെ ആ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് ലോട്ടറി അടിക്കുക എന്ന് പറയുന്നത് അവർക്കും വലിയ സന്തോഷം തന്നെയാണ്. അപ്പൊ ഇരട്ടി സന്തോഷത്തിലാണ് സ്വന്തം നിലയിൽ ബമ്പർ അടിച്ചു വരും. അപ്പൊ ഇരിട്ടിയുടെ ഒക്കെ വികസനത്തിന് ഇത് വഴി തെളിക്കുമെന്നൊക്കെ മനസ്സാണ്. നാട്ടുകാരന് ബമ്പർ അടിച്ചപ്പോഴേ അവനവനെ അടിച്ചില്ല എന്നുള്ള സങ്കടമൊന്നുമല്ല, അവനവനെ അടിക്കുകയില്ല എടുത്തില്ല എന്ന് പറയുന്നു സജോ. സലീം കൂടി നിൽക്കുന്നുണ്ട് അവിടെ. സലീം, ഇത് കേട്ടില്ലേ? സജോയുടെ നാട്ടുകാരനാണ് ഒന്നാം സമ്മാനം. അതെ, അതായത് ഈ ഇരിട്ടിക്കാരനാണ് ഒന്നാം സമ്മാനം അടിച്ചത് എന്ന് അറിഞ്ഞപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി സജോ ദേവസ്യക്കെങ്ങാണോ അടിച്ചത് എന്നുള്ളതായിരുന്നു എന്റെ പേടി. ടെൻഷനിലാണ് ഞാൻ ചോദിച്ചത് സജോയ്ക്കാണോ അടിച്ചത്. സലീമിന്റെ മുഖത്ത് നിരാശ എനിക്ക് കാണാം. ഞാൻ ഭയങ്കര നിരാശയിലാണ് നിൽക്കുന്നത്. എനിക്കിപ്പോൾ വലിയ ആശ്വാസമുണ്ട്. കാര്യം എൻ്റെ പോക്കറ്റിൽ ഇരിക്കുക ഒരു ടിക്കറ്റ് ഏറ്റവും അവസാനം എടുത്തത് 400 രൂപ പോയ വഴി കിട്ടിയിട്ടില്ല. അപ്പോൾ സജോയ്ക്ക് കൂടെ അടിച്ചായിരുന്നു എൻ്റെ ചങ്ക് തകർന്നു പോയത്. എന്തായാലും സജോയ്ക്കല്ല അടിച്ചത് എന്നറിയുന്നത് തന്നെ വലിയ സന്തോഷം. അത്ര ആശ്വാസം. സലീമിന് സജോയ്ക്ക് അല്ല അടിച്ചതെന്നുള്ളതിൽ എനിക്ക് വലിയ ആശ്വാസം. അല്ല, ഇത് കേൾക്കുന്ന SKN സാർ എത്ര നല്ല ജീവനക്കാരാണ് എൻ്റെ കമ്പനിയിൽ. രണ്ടാം സമ്മാനം ബാക്കി വിവരങ്ങൾ ഇല്ലാത്ത ജീവനക്കാരായത് കാര്യമായി. അപ്പോൾ അതെ, നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് വന്നാൽ
ഏറ്റവും അധികം കോടിപതികളെ സൃഷ്ടിക്കുന്ന ഒരു നറുക്കെടുപ്പാണ് ക്രിസ്മസ് ബമ്പർ. 21 പേരെ കോടിപതികളാക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ഈ ബമ്പറിന്റെ പ്രത്യേകത. അതിൽ ഒരാൾ 20 കോടി രൂപ നേടും, ബാക്കി രണ്ടാം സമ്മാനം നേടുന്നത് 20 പേരാണ്. അവർക്ക് ഓരോ കോടി രൂപ വീതം ലഭിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഇത്തവണത്തെ സമ്മാനത്തിന്റെ പ്രത്യേകത. അതിൽ ആ 20 നമ്പറുകളും നമ്മൾ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അത് വീണ്ടും വായിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ട് എങ്കിലും നമ്മൾ ആ ഒന്നാം സമ്മാനക്കാരൻ ഇപ്പോൾ ഏറെക്കുറെ അദ്ദേഹവും അറിഞ്ഞിട്ടുണ്ടാവും ആരാണ് എന്നുള്ളത്. XD 38 71 32 എന്നുള്ളതാണ്. മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ 2.5 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ഇത്തവണ കച്ചവടം ചെയ്തു എന്നുള്ളതാണ് കൃത്യം കണക്ക്. ലോട്ടറി വകുപ്പ് പുറത്തുവിടുന്ന കണക്ക് പ്രകാരം 47,65,650 ടിക്കറ്റുകളാണ് ഇത്തവണ വിറ്റിട്ടുള്ളത്. അതിൽ നിന്നാണ് ഈ ഭാഗ്യശാലി കണ്ണൂരിലേക്ക് ആ ഭാഗ്യം പോയത്. മാത്രമല്ല കേരള സംസ്ഥാന ലോട്ടറിക്ക് ഒരു വല്ലാത്ത വിശ്വാസ്യതയുണ്ട്. ആ വിശ്വാസ്യത ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുന്നതാണ് ഇത്തവണത്തെയും ഫലം എന്നുള്ളതാണ്. അത് മന്ത്രി KN ബാലഗോപാൽ തന്നെ ആ പുതിയ സമ്മർ ബമ്പറിന്റെ പ്രകാശനം നിർവഹിച്ചുകൊണ്ട് അക്കാര്യം പറയുകയും ചെയ്തു. ഇനി അടുത്തത് നമ്മളൊക്കെ കാത്തിരിക്കുന്ന സമ്മർ ബമ്പർ കൂടിയാണ്. അടുത്ത സമ്മർ ബമ്പർ ഈ നറുക്കെടുപ്പ് സമ്മർ ബമ്പർ പ്രകാശനം ചെയ്തിട്ടുണ്ട്. അതുകൂടി ഉടൻ തന്നെ കടകളിലേക്ക് എത്തുകയും ചെയ്യും. നിലവിൽ ഈ ടിക്കറ്റ് വിൽപ്പനയിൽ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റത് പാലക്കാട് ജില്ലയിൽ നിന്നായിരുന്നു. 8,87,140 ടിക്കറ്റുകളാണ് പാലക്കാട് ജില്ലയിൽ നിന്ന് മാത്രം വിറ്റത്. രണ്ടാം സ്ഥാനത്തുള്ള തിരുവനന്തപുരത്ത് 5,33,200 ടിക്കറ്റുകൾ വിറ്റു. തൃശ്ശൂർ 4,97,320 ടിക്കറ്റുകൾ വിറ്റ് മൂന്നാം സ്ഥാനത്തായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതെ, അതിൻ്റെ ഒരു സന്തോഷവും ഊർജ്ജവും ഒക്കെ എന്തൊക്കെ പറഞ്ഞാലും സലീം സംസാരിക്കുമ്പോഴും ഉണ്ടല്ലേ ആ ഒരു ആവേശമുണ്ട്. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ മറ്റൊരാൾക്കാണെങ്കിൽ പോലും അത് കിട്ടിയെന്ന് പറയുമ്പോൾ കുറേ പേരുടെ കയ്യിലേക്ക് ഒറ്റ ദിവസം നേരം വെളുത്തപ്പോഴേക്കും ഇങ്ങനെ പൈസ വരുന്നു. അവരുടെ ജീവിതം ഒരുപക്ഷെ കഷ്ടപ്പെട്ടൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ അവരുടെ ജീവിതം തന്നെ മാറി മറയുന്നു. അതൊക്കെ സന്തോഷം തന്നെയാണ് അല്ലേ?